നിന്റെ സൗഖ്യം അല്പം നീണ്ടുപോയത്, അല്പം അകന്നുപോയത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹം. ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായമാണ് ധ്യാനിക്കാൻ പോകുന്നത്. എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5-ാം അധ്യായത്തിലെ പ്രധാന വിഷയം യേശുക്രിസ്തുവിന്റെ അത്ഭുതമാണ്. അത്ഭുതത്തെ തുടർന്നുള്ള സംഭവങ്ങളുമാണ്. യേശു ആദ്യം ചെയ്തത് അത്ഭുതങ്ങളല്ല, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണ്. എന്നാൽ ദൈവരാജ്യ പ്രഭാഷണത്തിന്റെ ശക്തി എന്നതാണ്, ദൈവരാജ്യത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് അത്ഭുതങ്ങളിലൂടെ കാണാൻ പറ്റുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുവൻ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവന്റെ ഹൃദയം ദൈവരാജ്യമായി കഴിയുമ്പോൾ അവന്റെ ജീവിതം മുഴുവനും ദൈവിക അത്ഭുതങ്ങൾ കൊണ്ട് നിറയും. ഇവിടുത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, യേശു യെരുശലേമിലേക്ക് വരികയാണ്. യെരുശലേം ദേവാലയത്തിന്റെ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന പേരിലൊരു കുളമുണ്ട്. ആ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. അവിടെ ധാരാളം രോഗികൾ, ക്ഷയരോഗികൾ, അവിടെ വായിക്കുന്നത് ക്ഷയരോഗികൾ, അതുപോലെ കുരുടന്മാർ, മുടന്തന്മാർ, മറ്റ് വിവിധ വ്യാധിക്കാർ, ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടെ വിശ്രമിക്കുകയാണ്. കാരണം ഒരു ദൂതൻ ആ കുളത്തിൽ വന്നിട്ട് ആ കുളം കലക്കും. കലങ്ങിയ ശേഷം ആദ്യം ചാടുന്ന മനുഷ്യൻ സൗഖ്യമാകും. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം എല്ലാവരും രോഗികളാണ്. അപ്പോൾ ദൂതൻ കുളം കലക്കുമ്പോൾ ആദ്യം ചാടുക എന്ന് പറഞ്ഞാൽ ആ ഉള്ളതിൽ ഇച്ചിരി കാര്യമെടുക്കുള്ള ആളിനെ പറ്റുള്ളൂ. അതല്ലെങ്കിൽ തന്നെ സഹായിക്കാൻ ആളുകൾ അധികം വേണം. അങ്ങനെ വന്നാലേ സൗഖ്യം പ്രാപിക്കാൻ പറ്റുള്ളൂ. ആർക്കാണ് രോഗാവസ്ഥയിൽ തുടരാൻ ഇഷ്ടം? എല്ലാവർക്കും ആവശ്യം രോഗത്തിൽ നിന്നുള്ള വിമോചനമാണ്. കാരണം രോഗം ഒരു മനുഷ്യനെ മാനസികമായി തളർത്തും, ശാരീരികമായി തളർത്തും, സാമ്പത്തികമായി തകർക്കും. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു വലിയ മത്സരം എന്നതുപോലെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, മനുഷ്യനെ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അവിടെ നടക്കുന്ന സംഭവങ്ങൾ പലതും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. പോകട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ രോഗം ഒരു മനുഷ്യനെ തകർത്ത് കളയാൻ സാധ്യതയാണ്. ഇവിടെ എങ്ങനെയെങ്കിലും സൗഖ്യമാകാൻ ആളുകൾ എടുത്ത് ചാടുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഞാൻ ആ മനുഷ്യനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. 5-ാം അധ്യായത്തിൽ, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് വായിക്കുന്നത്, ആ മനുഷ്യൻ 38 ആണ്ട് രോഗിയായി കിടന്നിട്ട് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ കിടക്കുകയാണ്. യേശു അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ഒരുപാട് വർഷങ്ങളായി എന്ന് മനസ്സിലായി. അവിടെ അങ്ങനെ വായിക്കുന്നു, യേശു അവനെ കണ്ടു, അവൻ ഏറിയ നാളായി എന്ന് അറിഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മുടെ അവസ്ഥകളുടെ ആഴവും അറിയാം. ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലാതെ അദ്ദേഹം പറയുന്നത്, എന്നെ ആക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങളെ ആർക്കും വേണ്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങളെ സഹായിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ആര് പറഞ്ഞു? ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ സൃഷ്ടാവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ നോക്കുക, രക്ഷ അല്ലെങ്കിൽ സൗഖ്യം എന്നത് സ്വപ്നം മാത്രം കണ്ടു കഴിഞ്ഞ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദൂതനെ അയച്ചല്ല വിടുവിച്ചത്, അവന് വേണ്ടി ദൈവം തന്നെ ഇറങ്ങി വന്നു. പ്രിയ സുഹൃത്തെ, നിന്റെ സൗഖ്യം അല്പം നീണ്ടുപോയത്, അല്പം അകന്നുപോയത് നിനക്കൊരിക്കലും സൗഖ്യമില്ല എന്ന് പറയാനല്ല, നിനക്ക് വേണ്ടി മാത്രം
വളരെ വ്യക്തമായ, നിനക്ക് വേണ്ടി മാത്രം വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സൗഖ്യം കർത്താവ് ചെയ്തിട്ടുണ്ട്. അവന് വേണ്ടി മാത്രം ഇറങ്ങി വന്നു. ദൈവം അവനെ സൗഖ്യമാക്കി. നിങ്ങൾ നോക്കിക്കേ, 38 കൊല്ലത്തെ രോഗം മാറാൻ 38 സെക്കൻഡ് പോലും എടുത്തില്ല. ഇന്ന് നിങ്ങളുടെ സൗഖ്യത്തിന്റെ ദിവസമാണ്. കർത്താവ് ഇന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. ജീവിതത്തിലെല്ലാം തകർന്നവരായി ഞങ്ങളെ ശ്രമിക്കുന്നവരുണ്ട്. ഇന്ന് ആ ദൈവരാജ്യത്തിന്റെ ശക്തി അയച്ച്, സൗഖ്യമയച്ച് നീ അവരെ രക്ഷിക്കണമേ. ആശുപത്രിയിൽ കിടക്കയിൽ കിടന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ, രോഗശൈലിയിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you all. Have a blessed day.